ഹലോ എവരിവൺ, വെൽക്കം ടു SC ഫോർജ്. ഇവിടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിംഗ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻ പ്രോഗ്രാമിംഗ് വേൾഡ് ഫസ്റ്റ് തന്നെ പഠിക്കാൻ പറ്റിയ ഒരു സ്ട്രോങ്ങസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി. അപ്പോൾ പലരും ചോദിക്കും, സി എന്താ, എന്തിനാ സി പഠിക്കണം, ഇപ്പോൾ പൈത്തൺ ജാവാസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിന് സി പഠിച്ചാൽ എന്താ ഗുണം? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ അതെല്ലാം ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ മനസ്സിലാക്കും. വാട്ട് ഈസ് സി എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ഇംഗ്ലീഷിൽ മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും പോലെ കമ്പ്യൂട്ടറിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണം. അത്തരത്തിൽ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമ്മൾ വഴിയെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ സി യൂസ് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും, കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും, ഡിസിഷൻസ് എടുക്കാൻ പറ്റും, സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മൾട്ടി പേർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ സി ഈസ് എ ജനറൽ പേർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു ബിൽഡ് സോഫ്റ്റ്വെയർ ആൻഡ് ടീച്ചിങ് പ്രോഗ്രാമിംഗ് ഫണ്ടമെൻറ്റൽസ്. ഓക്കെ, അതായത് നമുക്കൊരു ഹിസ്റ്ററി ആയിട്ട് പറയാൻ പറ്റുവാണെങ്കിൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത് ഡെന്നിസ് റിച്ചിയാണ്. 1972 ബെൽ ലാബ്സിലാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആയാലും കമ്പ്യൂട്ടറിൽ നടക്കുന്ന പല കാര്യങ്ങളും നടക്കണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. ഹോൾ കമ്പ്യൂട്ടറിനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ പോലെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ, യുനിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ശേഷം സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം, ഇതിൽ പറഞ്ഞ വീഡിയോ ലോങ് ആയി പോകും. ഓക്കെ, ഇനി നമുക്ക് വൈ ലേൺ സി, എന്തിന് സി പഠിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, നമ്മൾ എന്തിന് സി പഠിക്കണം എന്നുള്ളത്. ഇപ്പോൾ മാർക്കറ്റിൽ പൈത്തൺ ഉണ്ട്, ജാവയുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ആദ്യം സി പഠിക്കാൻ പറയുന്നതിന് ഒരു സ്ട്രോങ് റീസൺസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ സി ബിൽഡ്സ് സ്ട്രോങ് ലോജിക്. അതായത് നമ്മൾ സി പഠിക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ലോജിക്ക് നന്നായിട്ട് മനസ്സിലാക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ വേരിയബിൾസ് പഠിക്കുന്നുണ്ട്, ലൂപ്പ് പഠിക്കുന്നുണ്ട്, മെമ്മറി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേരിയബിൾസ് എന്താ, ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യും, മെമ്മറി എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതെല്ലാം സിയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, മെയിനായിട്ട് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുമുള്ള കോൺസെപ്റ്റാണ് ഇത്. അപ്പം ഇതെങ്ങനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് സിയിലൂടെ ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് സി പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിലൂടെ നമ്മുടെ സ്ട്രോങ് ലോജിക്ക് നമുക്ക് ഉണ്ടാവുന്നുള്ളത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് സി ടീച്ച് വാട്ട് ഹാപ്പൻ ഇൻസൈഡ്. ഓക്കെ, അതായത് ഇപ്പോൾ മോസ്റ്റ് ഓഫ് അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പൈത്തൺ പോലുള്ള ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ പല കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ സിയിൽ കമ്പ്യൂട്ടർ ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ മെമ്മറി, പോയിൻറ്റേഴ്സ്, ഡാറ്റ സ്റ്റോറേജ്, എക്സിക്യൂഷൻ ഫ്ലോ, ഇതെല്ലാം ഈ ഒരു പോയിൻറ്റേഴ്സ് മെമ്മറി എല്ലാം യൂസ് ചെയ്തിട്ട് പോയിൻറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു കറക്റ്റ് ആക്ച്വലി കമ്പ്യൂട്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് ബിഗിനേഴ്സിന് സ്ട്രോങ് ബേസിക്സ് തരും. ഓക്കെ, എക്സിക്യൂഷൻ ഫ്ലോയും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അതർ പ്രോഗ്രാം ബിക്കം ഈസിയർ. ഓക്കെ, അതായത് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്താവും, ഈസിയാവും. അതായത് സി നന്നായിട്ട് മനസ്സിലായാലും നമുക്ക് C++ മനസ്സിലാവും, ജാവ ഈസി ആയിട്ട് മനസ്സിലാവും, ജാവാസ്ക്രിപ്റ്റ് മനസ്സിലാവും, അതേപോലെ തന്നെ പൈത്തൺ ഈസി ആവും. ബിക്കോസ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് സെയിം ആണ് എല്ലാത്തിൻ്റെയും. ഓക്കെ, സിൻടാക്സ് മാത്രം മാറി മാറി വരും. ഇനി നമുക്ക് നോക്കാം വേർ ഈസ് സി യൂസ്ഡ്. ഓക്കെ, അപ്പോൾ പലരും വിചാരിക്കുന്നത് സി ഒരു ഓൾഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നാണ്. പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ സി ഇപ്പോഴും പവർഫുൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ ഇന്ന് വരെ നമ്മൾ സി യൂസ് ചെയ്യുന്നുണ്ട്. സി യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, ഞാൻ മുന്നേ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞു, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് യുനിക്സ്, ലിനക്സ്, വിൻഡോസിൻ്റെ കോർ പാർട്സിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സി യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോ ലെവൽ പാർട്സിൽ എന്താണ്, സിയിലാണ് ആ ലോ ലെവൽ പാർട്സ് എല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എംബഡഡ് സിസ്റ്റത്തിൽ, അതായത് എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്മോൾ ഡിവൈസസ് ഇൻസൈഡ് മെഷീൻസ്. ഓക്കെ, അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ, ATM, ട്രാഫിക് സിഗ്നൽ, സ്മാർട്ട് വാച്ച്, ഇവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സി പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്.
തേർഡ് വൺ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പൈലർ, ഡ്രൈവേഴ്സ്, ഡാറ്റാബേസ് എൻജിൻസ്, ഇവിടെയെല്ലാം സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സി യൂസ് ചെയ്യുന്നുണ്ട്. സി ഫാസ്റ്റസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് നാലാമത് എന്ന് പറയുന്നത് ഗെയിം എൻജിൻസ്, അതായത് പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആവേണ്ടതാണല്ലോ ഗെയിമിംഗ് എന്നെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇമ്പോർട്ടൻ്റ് ആയിടത്ത് C++ എല്ലാം യൂസ് ചെയ്യും. നെക്സ്റ്റ് IoT ആൻഡ് റോബോട്ടിക്സ്. ഓക്കെ, അതായത് ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് എവിടെയൊക്കെയാണ് നമ്മൾ സി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സി ഒരു ഓൾഡസ്റ്റ് ലാംഗ്വേജ് അല്ല, മോസ്റ്റ് പവർഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈ ഈസ് ദി ബേസ് ഓഫ് പ്രോഗ്രാമിംഗ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീനെ ബേസ് എന്ന് പറയുന്നത് എന്തിനാ? ബിക്കോസ് സി പഠിച്ചാൽ നമ്മൾ പഠിക്കുന്നത് വേരിയബിൾസ്, കണ്ടീഷൻസ്, ലൂപ്സ്, ഫങ്ഷൻസ്, അറേയ്സ്, മെമ്മറീസ്, പോയിൻറ്റേഴ്സ്, ഇതെല്ലാം പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സി പഠിച്ചാൽ പഠിക്കുന്നുണ്ട്. ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്യാൻ ഫൗണ്ടേഷൻസ് സ്ട്രോങ് വേണം. ഓക്കെ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഒരു ഫൗണ്ടേഷനാണ് സി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് സീനെ ബേസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർ ഡ്രൈവ് പഠിക്കാൻ ആദ്യം ബേസിക്സ് പഠിക്കണം. സ്റ്റിയറിംഗ് എന്താ, ബ്രേക്ക് എന്താ, ക്ലച്ച് എന്താ, റോഡ് കൺട്രോൾ എന്താ. ഓക്കെ, അതിനുശേഷം ഏത് കാറും ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതുപോലെ തന്നെയാണ്. അതായത് സി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ബേസിക്സ്, അതർ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കാർസ്. സോ സി പഠിച്ചാൽ ബാക്കി ലാംഗ്വേജസ് ഈസി ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കി സി എന്താ, എന്തിന് സി പഠിക്കണം, സി എവിടെ യൂസ് ചെയ്യുന്നു, ഇക്കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ നോക്കി. സോ അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി, പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി സി ലാംഗ്വേജ് കുറച്ചുകൂടെ മനസ്സിലാക്കും. സോ സ്റ്റേ ട്യൂൺ വിത്ത് SC Forge ഫ്രം 0 to Software Developer Malayalam. Thank you all. See you in next video.